മുൻ എം.എൽ.എയും കോൺഗ്രസ് നേതാവുമായിരുന്ന പി. ഭാസ്കരൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് 18 വർഷം. ചരമവാർഷിക ദിനാചരണത്തിൻ്റെ ഭാഗമായി കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യാമ്പലത്തെ പി. ഭാസ്കരൻ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ യോഗവും നടന്നു. പതിനെട്ട് വർഷമായി നമ്മുടെ പ്രിയപ്പെട്ട ഭാസ്കരേട്ടൻ ഓർമ്മയായിട്ട്. ഭാസ്കരേട്ടൻ ജനിച്ചു വളർന്ന ചെട്ടിപ്പടിയിലായിരുന്നു ഞാനും ജനിച്ചു വളർന്ന് താമസിച്ചത്. ചെറുപ്പം മുതൽ കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഭാസ്കരേട്ടൻ. സെക്രട്ടറി ഭാസ്കരേട്ടൻ എന്നാണ് കണ്ണൂരിൽ ഭാസ്കരേട്ടനെ അറിയപ്പെടുക. എന്നും ഒരു സൈക്കിളിൽ കണ്ണൂരിൻ്റെ പട്ടണങ്ങളിലും സമീപ പ്രദേശങ്ങളിലും സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ട് ജനങ്ങളെ സേവിച്ച ഒരു നേതാവ്. ഫസ്റ്റ് എം.എൽ.എ ആകുന്നത് ഞങ്ങൾ ചെട്ടിപ്പടിയേക്ക് താമസിക്കുന്ന സമയത്തായിരുന്നു. അന്ന് ഭാസ്കരേട്ടൻ വിജയിച്ച്, അന്ന് കോൺഗ്രസിലായിരുന്നില്ല, വിജയിച്ച് ആഹ്ലാദ പ്രകടനം നടക്കുമ്പോൾ തന്നെ അതിലൊരു കത്തിക്കുത്ത് നടന്നത് എനിക്ക് ചെട്ടിപ്പടി പള്ളിക്കുന്ന് വെച്ച് നടന്നത് എനിക്ക് ഓർമ്മ വരുന്നു. ആഹ്ലാദ പ്രകടനമൊക്കെ പിരിച്ചുവിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന് കണ്ണൂരിൽ. ജയിച്ച എം.എൽ.എയും കൊണ്ടുപോകുമ്പോൾ തന്നെ കത്തിക്കുത്ത് നടന്ന ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഓർമ്മയായി. പിന്നെയുള്ള 2 ടേമും കോൺഗ്രസിൻ്റെ ഒന്നിച്ചായിരുന്നു ഭാസ്കരേട്ടൻ. നേരത്തെ രാഹുലിവിടെ സൂചിപ്പിച്ചത്, ആ കാലത്ത് പാസ്പോർട്ട് പെട്ടെന്ന് ലഭിക്കണമെങ്കിൽ എം.എൽ.എയുടെ ഒപ്പ് ആവശ്യമായിരുന്നു. അങ്ങനെ ചെട്ടിപ്പടിയേക്കുള്ള അനന്തേട്ടൻ്റെ കടയിൽ രാവിലെ ആകുമ്പോൾ എല്ലാവരും എത്തിച്ചേരും. ആവശ്യക്കാരൊക്കെ അവിടെ വന്ന്, അവിടെ ഒരു ചെറിയൊരു ക്യാമ്പുണ്ട്, അവിടെ വെച്ച് ആ സൈഡ് ബാഗ് തുറന്ന് അതിൽ സീലും പാഡും എല്ലാവർക്കും ആവശ്യക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് ഒപ്പും സീലും നൽകിക്കൊണ്ട് ഭാസ്കരേട്ടൻ പിന്നെ ഹാജി റോഡിലുള്ള കീർത്തി സൈക്കിളിൻ്റെ ബാക്കിലായിരുന്നു ഓഫീസ്. അവിടേക്ക് അങ്ങ് പോകും. രാത്രി വൈകി ആദ്യ സൈക്കിളിൽ വരുന്ന ഭാസ്കരേട്ടനെ നമ്മൾ കാണുന്നു. പിന്നെ കോൺഗ്രസിൽ വന്നതിന് ശേഷം ഏറ്റവും നല്ല രീതിയിൽ എല്ലാ മരണ വീട്ടിലും എല്ലാ സ്ഥലങ്ങളിലും ഭാസ്കരേട്ടൻ പോകും. ഏത് പരിപാടി സംഘടിപ്പിക്കുമ്പോഴും ഭാസ്കരേട്ടൻ്റെ ഒരു ടച്ച് ഉണ്ടാവും. കെ. സുധാകരൻ ഒന്നാമതായി എം.എൽ.എ ആയി കണ്ണൂരിൽ മത്സരിക്കുമ്പോൾ ഭാസ്കരേട്ടനാണ് അതിൻ്റെ നിയന്ത്രണം. ഭാസ്കരേട്ടൻ നമ്മൾ വാഹന ജാഥ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പോയിന്റിലും തലേന്ന് ചന്ദ്രാട്ടൻ്റെ കാറിനാണ് നിന്ന് മൈക്ക് കെട്ടി ആ എല്ലാ പോയിന്റിലും ഭാസ്കരേട്ടൻ നമ്മൾ ഇരുത്തി പോകും. അങ്ങനെ ഒരു ചിട്ടയായ പ്രവർത്തനമാണ് ഭാസ്കരേട്ടൻ നടത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു. എം. അബ്ദുറഹ്മാൻ സാഹിബിനെ ഒരു രാഷ്ട്രീയ നേതാവാക്കി കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഭാസ്കരേട്ടനാണ്. മുനിസിപ്പൽ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഭാസ്കരേട്ടൻ കൂട്ടി പോയി പ്രസംഗിക്കാൻ അന്ന് അബ്ദുറഹ്മാൻ സാഹിബിനെ കൂട്ടി നടന്നവരെ അബ്ദുറഹ്മാൻ സാഹിബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭാസ്കരേട്ടൻ നല്ല ആളുകളെ ചിരിപ്പിക്കുന്ന, തമാശ പറയുന്ന, ഭാസ്കരേട്ടൻ്റെ ഒപ്പം ഇരുന്ന സമയം പോകുന്നത് അറിയില്ല. ഭാസ്കരേട്ടൻ പിന്നെ തളാപ്പിലേക്ക് താമസം മാറി. ഞങ്ങളും അന്നേരം തളാപ്പിലേക്ക് താമസം മാറി. ഏറ്റവും ഒടുവിൽ ഇപ്പം നമ്മൾ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2011 ഭാസ്കരേട്ടനെ ചെയർമാനാക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചപ്പോൾ യേസുരാട്ടനോട് നിൽക്കുന്നുണ്ട്. ഇന്നുണ്ടായ പോലത്തെ റബൽ ശല്യം അന്നും ഉണ്ടായിട്ടുണ്ട്. കുറേ ആളുകളെതിരെ, ഭാസ്കരേട്ടൻ മത്സരിക്കുന്നതിനെതിരെ കുറേ ആളുകൾ DC ഓഫീസിൽ പരാതിയുമായി വന്നത് ഞാൻ ഓർക്കുന്നു. അന്ന് കെ. സുധാകരൻ്റെ നേതൃത്വത്തിൽ ഇരുന്ന് ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണിച്ചു. പക്ഷെ ഭാസ്കരേട്ടൻ്റെ ചെയർമാൻ സ്ഥാനം കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കെ. സുധാകരനെ കണ്ട് പറഞ്ഞപ്പോൾ ഭാസ്കരേട്ടൻ രാജിവെക്കുകയാണ് ഉണ്ടായത്. ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള നീക്കുപോക്കിന് ഭാസ്കരേട്ടൻ തയ്യാറായിരുന്നില്ല. ഭാസ്കരേട്ടൻ്റെ കാലം എന്ന് പറയുന്നത് ആ പഴയ രീതിയിലുള്ള കാലമായിരുന്നു. ഭാസ്കരേട്ടൻ പറഞ്ഞു, എനിക്കിത് കൊണ്ടുപോകാൻ സാധിക്കില്ല സുധാകര, അതുകൊണ്ട് എന്നെ മാറ്റിത്തരണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കണ്ണൂർ മുനിസിപ്പാലിറ്റിൻ്റെ ചരിത്രത്തിൽ ഒരാളായിരിക്കും ചെയർമാൻ വേണ്ട എന്ന് പറയുന്നത്. ഇന്ന് ചെയർമാൻ സ്ഥാനത്തിന് നമ്മൾ അടികൂടുന്ന സമയമാണ്. അങ്ങനെ ഒരു എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒരു മാതൃകയാണ് ഭാസ്കരേട്ടൻ. എന്ത് തന്നെയായാലും ഭാസ്കരേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ഓർമ്മദിന പരിപാടി
ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ സാധിച്ചതിന് കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ അഭിനന്ദിക്കുന്നു. DCC ട്രഷറർ കെ പ്രമോദ് പി ഭാസ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കായക്കൽ രാഹുൽ അനുസ്മരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ MP ജോർജ്, ഷിബു ഫെർണാണ്ടസ്, രാകേഷ് ആയിക്കര, PV ജയസൂര്യൻ, രഞ്ജിത്ത് താളിക്കാവ്, ചാന്ദ് ഭാഷ, അജിത് പാറക്കണ്ടി എന്നിവർ സംസാരിച്ചു. കോർപ്പറേഷൻ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് സോന ജയറാം, അഡ്വക്കേറ്റ് ലിഷ ദീപക്, KP ശ്രുതി, രേഷ്മ വിനോദ്, ഗിരീഷ് കുമാർ, റിഷാദ് എന്നിവർ നേതൃത്വം നൽകി. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 761 303.